നമ്മൾ സ്ഥിരം ഇവിടെ ഉണ്ടാക്കാറുള്ള ഒരു ഫിഷ് മൗളി എന്നും പറയാൻ പറ്റില്ല, എന്നാൽ തേങ്ങ ഒരു പരുവത്തിനാണ് കേട്ടോ. പക്ഷേ ഇവിടെ നമ്മൾ ക്യാപ്സിക്കം സവാളയൊന്നും ഇട്ട് വഴറ്റാറില്ലേ, അല്ലാതെ ചെയ്യുന്ന രീതിയാണ്. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ ഈ മീനിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. നമ്മുടെ ഐക്കൂറ എന്ന് പറയില്ലേ, നെയ്മീൻ്റെ ചെറിയ മീനുണ്ടല്ലോ, കണ്ടിട്ട് അതുപോലെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ പുറം തൊലിക്കകത്ത് മുള്ളുണ്ടായിരുന്നു കേട്ടോ. സാധാരണ നെയ്മീനകത്ത് അങ്ങനെ മുള്ള് കാണാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്കിതാ കുറച്ച് പോർഷനും കൂടെ ഉണ്ട്. അതിൻ്റെ 2 തല ഞാൻ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ കൂടെ ഈ പോർഷൻസും കൂടെ വരികയാണ്. ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് വരുത്തേക്ക് ബ്രെഡ് വേണം. അതങ്ങനെ 2 ബ്രെഡ് മോളാണ്ടിരിക്കുന്നത് ഓർഡർ ചെയ്താൽ മതിയല്ലോ അവിടെ ഇരുന്ന്. മീനും പിന്നെ നമ്മൾ ഒരു വറുത്ത മീൻ വേണമെന്ന് പറഞ്ഞാൽ അതും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് കഴിച്ചോളൂ. തണുക്കുമ്പോൾ കഴിക്കണം. നമുക്ക് കാല് മാറ്റി അവിടെ വെച്ച് തരാം. ചൂടുണ്ട്. ഇനി നമുക്ക് മീനിൻ്റെ കാര്യം നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ ചട്ടി ഒന്ന് വെച്ച് ചൂടായപ്പോഴാണ് നമ്മുടെ തേങ്ങാപ്പാൽ കണ്ടോ, ഒരു ജാറ് പാലുണ്ട്. അപ്പോൾ അത് നമ്മൾ ഒഴിക്കുകയാണ്. ഇതിലാണ് നമ്മുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്. നമ്മൾ തേങ്ങാപ്പാൽ ഈ ഒരു ജാറ് തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. തേങ്ങാപ്പാലല്ല, തേങ്ങ നന്നായി അരച്ചെടുത്തതാണ്. ഇനി അതിൽ ആഡ് ചെയ്യുന്നത് തക്കാളി. ഇത് പകുതി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. റൗണ്ടിനൊക്കെ ഇടണം എന്നുള്ളതൊക്കെ ആയിരുന്നു വിചാരിച്ചത്. പക്ഷേ പകുതി തക്കാളി ആയതുകൊണ്ട് മുറിച്ചപ്പോൾ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. അപ്പോൾ നമ്മൾ തക്കാളി എല്ലാം ഇട്ട് കൊടുത്തു. കൂട്ടത്തിൽ ഇഞ്ചി അരിഞ്ഞതും കൂടെ ഉണ്ട്, അതും ഇട്ട് കൊടുക്കുകയാണ്. പിന്നെയും ഉണ്ട് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാന്താരി മുളകും വെളുത്തുള്ളിയും അതേപോലെ തന്നെ കുരുമുളകുണ്ടല്ലോ, നമ്മൾ പൊടിക്കാത്ത കുരുമുളകും കൂടി ഇട്ടതാണിത് കേട്ടോ. അപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അത് കംപ്ലീറ്റ്ലി ഇട്ടതിന് ശേഷം നമുക്ക് ഓക്കെ കംപ്ലീറ്റായി. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ 1 സ്പൂൺ ഉപ്പിടാണ്. മഞ്ഞൾപ്പൊടി മുളക് പൊടി നമ്മളിനി ഇടുന്നില്ല, ഓൾറെഡി നമ്മൾ മീൻ വറുത്തപ്പോൾ ഇട്ടതുകൊണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് മല്ലിപ്പൊടി ഒരു 2 സ്പൂൺ ഇടുന്നുണ്ട് കേട്ടോ. ഈ സ്പൂണിന് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അത് കുറച്ച് ഇടുന്നത് നല്ലതാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ഈ പ്രാവശ്യം മേടിച്ച കുരുമുളക് ഇതാ ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് പൊടിച്ച് കഴിഞ്ഞാൽ ഇത്രയും വേണം. അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഇടുന്നത്. സാധനങ്ങൾക്കെല്ലാം വില കൂടിയതോടെ മേടിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കുന്നല്ല, അല്ലാതെ അല്ലെങ്കിൽ പിന്നെ കഴിക്കാതിരിക്കുക, അതിലേതെങ്കിലും ഒന്നാണ് നടക്കുക. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഇവിടെ പറയാൻ തോന്നുന്ന നമ്മൾ എന്തോ ഈ മീനിൻ്റെ പേര്, ഞാൻ മുമ്പൊരു പ്രാവശ്യം ബീച്ചിൽ പോയ സമയത്ത് അവിടെ കടപ്പുറത്ത് മീൻ കൊണ്ട് വെക്കുമല്ലോ, അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ വലുത്. അപ്പോൾ അമ്മ പറഞ്ഞ് ഞങ്ങളിവിടെ നാട്ടിലൊക്കെ ബാന്നാരിക്കോള എന്നാണ് ഇതിന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുമ്പോൾ വായിക്കൊരു സ്മെല്ലുണ്ട് കേട്ടോ. ഞാൻ കഴിച്ചു നോക്കി. പക്ഷേ ഈ പുറത്തൊരു ഒരു തൊലിയുണ്ട്, അത് നമ്മൾ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ മുള്ളില്ല പിന്നെ ഈ മീനിന്. പിന്നെ ഈ വശങ്ങളിലുള്ള മുള്ളല്ലാതെ സെൻറ്റർ പോർഷനിലൊന്നും മുള്ളില്ല. വലിയ മീനാണെങ്കിൽ നല്ല മാംസം ഉണ്ട്. ഇത് വലിയ അത്ര വലുതൊന്നും അല്ല, എങ്കിലും ഒരു ഇടത്തരവും അല്ല, അതിനേക്കാൾ ഇച്ചിരി കൂടെ താഴെ ലെവലിൽ വരുന്ന 2 മീനായിരുന്നു കേട്ടോ. ആദ്യം ഞാൻ വിചാരിച്ച നെയ്മീൻ്റെ കുഞ്ഞ് ഐക്കൂറ ഉണ്ടല്ലോ അതായിരിക്കും, പക്ഷേ അതല്ല കേട്ടോ. കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നെ അത് തൊലി എടുത്തു കഴിഞ്ഞപ്പം നമ്മുടെ നെയ്മീൻ്റെ ആണെങ്കിൽ നല്ല വെള്ള മാംസമായിരിക്കുമല്ലോ, ഇതിൻ്റെ ഒരു റെഡിഷ് നേച്ചർ കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചത് വേറെ ഏതോ മീനായിരിക്കും. ഇനി നമുക്ക് ഇതിനകത്ത് ഒരു കറിവേപ്പില കൂടെ പൊട്ടിച്ചിട്ട് കൊടുക്കാം. കറി തിളച്ച് കുറുകുന്നുണ്ട്, അപ്പോഴത്തേക്ക് നമുക്ക് കറിവേപ്പില കഴുകിയതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കുറുക്കി പറ്റണം, അത്രയുള്ള ഒരുപാടങ്ങ് പറ്റണ്ട. ഫൈനലി നമ്മുടെ കറി ആയിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്, നല്ല ടേസ്റ്റാണ്. പക്ഷേ ഈ മീനായതുകൊണ്ട് ചെറിയ അതിൻ്റെ ഒരു ചെവയുണ്ട് കേട്ടോ. ആ മീനിൻ്റെ ഒരു ചെവയുണ്ട്. കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. മോളൊക്കെ കഴിച്ചു, ചേട്ടനും കഴിക്കുമായിരിക്കും, എനിക്ക് എന്തോ ചെവ അങ്ങോട്ട് പിടിക്കുന്നില്ല. പക്ഷേ ഈ രീതിയിൽ നമ്മുടെ അധികം ഈ ചെവയില്ലാത്ത മീനുകളുണ്ടല്ലോ, മത്തി,
അയല പോലുള്ളവ ഒഴിച്ച്, അതേപോലെ തന്നെ ഈ മീൻ ഇതുപോലുള്ള മീൻ ഒഴിച്ച് ബാക്കി എന്ത് അത്യാവശ്യം മാംസമുള്ള മീനും ഇതേപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തതിന് ശേഷം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.